ഇതൊരു സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സെമിനാറാണ്. ഒരു സാഹിത്യോത്സവത്തിൽ ജനാധിപത്യത്തിലെ ന്യൂനപക്ഷങ്ങൾ എന്ന വിഷയത്തിന് എന്താണ് പ്രസക്തി എന്ന ചോദ്യം ഉണ്ടായേക്കാം. പക്ഷേ പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇങ്ങനൊരു വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഈ വേദിയിലിരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും സംസാരം കേൾക്കുമ്പോൾ അതിലേക്ക് കൂടുതൽ വെളിച്ചം നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇവിടെ എൻ്റെ സുഹൃത്ത് പ്രൊഫസർ കൃഷ്ണൻ നായർ പറഞ്ഞ ഒരു കാര്യം രാഷ്ട്രീയ പ്രബുദ്ധതയെക്കുറിച്ചാണ്. നമ്മുടെ കേരളീയരുടെ അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രബുദ്ധത. നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ എന്നാണ് പ്രശ്നം. നമുക്ക് ആകെ കിട്ടുന്ന വിദ്യാഭ്യാസം പത്രങ്ങളിലൂടെ കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ പത്രങ്ങളും ഏതാണ്ട് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു. വായനക്കാർ കുറയുന്നു, പ്രചാരം കുറയുന്നു. പകരം ഈ രാത്രിയിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന TV-യിൽ ചാനൽ ചർച്ചകൾ, അതാണിപ്പോൾ മലയാളികളുടെ ഏക രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. നമുക്കുള്ള പുസ്തകങ്ങളുടെ അഭാവം ഒരു സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട ചർച്ചയാകുമ്പോൾ എന്തുകൊണ്ട് പുസ്തകങ്ങളുടെ അഭാവം ഉണ്ടാകുന്നു? പുസ്തകങ്ങൾ വായിക്കാൻ മലയാളികൾ ഇപ്പോഴും തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണ് ധാരാളം പുസ്തകങ്ങൾ പല വിഷയങ്ങളിൽ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ പുസ്തകം എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിന് പ്രേരണ നൽകുന്ന ഒന്നാണ്. ചിന്ത. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ജനാധിപത്യത്തിൻ്റെ ആഗോള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഫ്രഞ്ച് വിപ്ലവം. ആ ഫ്രഞ്ച് വിപ്ലവം സാധ്യമായത് ഒരു ജനത ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ആ ജനത ചിന്തിക്കാൻ തുടങ്ങിയത് വോൾട്ടേറുടെയും റൂസോയുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഈ ജനാധിപത്യത്തെക്കുറിച്ച് ഏത് രീതിയിൽ നടക്കുന്ന ചർച്ചയാണെങ്കിലും അത് ഒരു വെറുതെ നടത്തുന്ന അർത്ഥമില്ലാത്ത ഒരു ചർച്ചയാക്കാൻ കഴിയില്ല. ജനാധിപത്യം എന്നത് അത്ര മഹത്തരമായ ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷെ ജനാധിപത്യമാണോ ഏറ്റവും മഹത്തരമെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പലരും പറയുന്നുണ്ട്. എനിക്കും അഭിപ്രായമുണ്ട്. ഇപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യം അതൊരു വല്ലാത്ത ഏർപ്പാട് തന്നെ എന്നാണ്. പക്ഷെ അതേ കൂട്ടിച്ചേർത്തത് പക്ഷേ ഇതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതാണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത. ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് പ്രജകളായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ പ്രജകളായിരുന്നു. ആ പ്രജകളെ പൗരന്മാരാക്കി എന്നത് മാത്രമല്ല മനുഷ്യരാക്കി എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹനീയമായ നേട്ടം. അതുകൊണ്ടാണല്ലോ അതുകൊണ്ട് തന്നെയാണ് അംബേദ്കറെ നമ്മൾ എപ്പോഴും പരാമർശിക്കേണ്ടി വരുന്നത്. അംബേദ്കറുടെ ഭരണഘടനയിൽ വി ദ പീപ്പിൾ എന്നുള്ള പ്രയോഗം ഉണ്ടായത്. വി ദ സിറ്റിസൺസ് എന്നല്ല. പൗരത്വവും രണ്ടാമതേ നിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വി ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഭരണഘടന എഴുതാമായിരുന്നു. പക്ഷെ അവർ എഴുതിയിരിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, മനുഷ്യർ, ഭാരതത്തിലെ ജനങ്ങൾ. അപ്പോൾ കേവലം പ്രജകളായിരുന്ന ഒരു കൂട്ടരെ മനുഷ്യരാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും സവിശേഷമായ നേട്ടം. അപ്പോൾ അത് വരുമ്പോൾ ആദ്യമേ സൂചിപ്പിച്ചു, ജനാധിപത്യം എന്ന് പറയുമ്പോൾ അത് ഭൂരിപക്ഷത്തിൻ്റെ ഭരണം എന്ന ഒരു സാമാന്യ ധാരണ എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ്, എലക്ഷൻ. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ള സംശയങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഇംപീച്ച് ചെയ്തതിനെ കുറിച്ചുള്ള ആലോചന. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ടത് തന്നെയാണ് ന്യൂനതയില്ലാത്ത രീതിയിൽ, വിശ്വസനീയമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ്? ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം. ആ ഭരണ സംവിധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംഖ്യ പ്രശ്നമാണ്. ഭൂരിപക്ഷത്തിൻ്റെ ഭരണമാണ്. പക്ഷേ ന്യൂനപക്ഷത്തിന് വേണ്ടി ഭൂരിപക്ഷം നടത്തുന്ന ഭരണം ആയിരിക്കണം. അതാണ് ഉത്തമമായ ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത്. ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇവിടെ മോഡറേറ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ മതം മാത്രമല്ല. മതാടിസ്ഥാനത്തിലുള്ള മതന്യൂനപക്ഷങ്ങളുണ്ട്. ഭരണഘടന തന്നെ അംഗീകരിച്ചിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായി ന്യൂനപക്ഷങ്ങളുണ്ട്.
നമ്മൾ ആ ഒരു തത്വത്തെ അങ്ങ് കുറേ കൂടി വിപുലീകരിച്ച് കൊണ്ടുപോയാൽ നമ്മൾ ഓരോരുത്തരും ന്യൂനപക്ഷമാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നവരാണ്, വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്, വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും, ഓരോ വ്യക്തിയും ന്യൂനപക്ഷമായി മാറുന്ന സാഹചര്യമുണ്ട്. ആ ന്യൂനപക്ഷത്തെ ആര് സംരക്ഷിക്കും? ആ ന്യൂനപക്ഷത്തിന് ചിന്തിക്കുന്നതിന് അയാളുടെ ഭരണഘടനയുടെ ഒരു സാരാംശം പ്രിയാമ്പിളിൽ പറയുമ്പോൾ അവിടെ ആദ്യം പറയുന്നത് ലിബർട്ടി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ലിബർട്ടി ഓഫ് തോട്ട്, ലിബർട്ടി ഓഫ് കോൺഷ്യൻസ്, മനസ്സാക്ഷി. എൻ്റെ മനസ്സാക്ഷി എൻ്റെ സ്വന്തമല്ലേ? ആ മനസ്സാക്ഷി സ്വതന്ത്രമാക്കി നിലനിർത്തുന്നതിനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വ്യത്യസ്തത പാലിക്കുന്നതിന്, വ്യത്യസ്തമായി ചിന്തിക്കുന്നതിന്, വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് എല്ലാമുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ മതപരിവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വെറും ഈ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരുടെ എണ്ണം കൂട്ടുന്നതിനുള്ള പരിശ്രമം അങ്ങനെയൊന്നും അല്ല അതിനെ കാണേണ്ടത്. അതിനെ മതത്തെ കോൺഷ്യൻസുമായാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്, മനസ്സാക്ഷി, നമ്മുടെ മനസ്സാക്ഷി. അപ്പോൾ അവിടെ എപ്പോഴും ഒരു ന്യൂനപക്ഷം ഉണ്ടാകും. ആ ന്യൂനപക്ഷത്തിന് ചിന്താസ്വാതന്ത്ര്യം മനുഷ്യന് വേണം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ചിന്തിക്കുന്നതിന്, ആ ചിന്തയെ പ്രകാശിപ്പിക്കുന്നതിന്, എൻ്റെ ആശയങ്ങളെ ആവിഷ്കരിക്കുന്നതിന് എല്ലാമുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ല. അത് വളരെ വിപുലമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായി അത് മാറുന്നു. പക്ഷെ ഇന്നത്തെ ഇന്ത്യയിൽ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ എപ്രകാരം നിർവചിക്കാൻ കഴിയും എന്ന ചിന്ത കുറേ കാലമായി എന്ന് പറഞ്ഞാൽ ആ ചിന്ത ഒരു വിശ്വാസ പ്രമാണമായി അല്ലെങ്കിൽ പ്രകടന പത്രികയായി അംഗീകരിച്ചവരുടെ 100-ാം വർഷമാണത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. പക്ഷേ ഭാഗ്യവശാൽ ഇപ്പോഴും ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പേർ അവരൊന്നും അതിനോട് യോജിക്കുന്നവരല്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നവരല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നതും ഇങ്ങനെ ഇരിക്കുന്നതും ഇങ്ങനെ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം അത് ഒരു മഹനീയമായ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ എണ്ണത്തെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ജനസംഖ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമമായ ജനാധിപത്യം എന്ന് ലോകത്തോട് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ആ ഉത്തമമായ ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും വിപുലീകരിക്കുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നമ്പർ 1 ഡെമോക്രസി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി വാഗ പലരും പോയിട്ടുണ്ടാകും. ലാഹോറിൽ നിന്ന് അമൃത്സറിലേക്കുള്ള റോഡാണത്. അവിടെ ഇന്ത്യയിലേക്ക് ആ കവാടം കടക്കാൻ വരുന്ന ഒരു സന്ദർശകനെ, ലാഹോറിൽ നിന്നുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള യാത്രക്കാരനെ ഇന്ത്യ സ്വീകരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് നമ്മുടെ അവകാശവാദം. ഓരോ രാജ്യങ്ങൾക്കും ഓരോ അവകാശവാദങ്ങളുണ്ട്. ഗ്രീസിലെ ആഥൻസ് അറിയപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ, അതാണ് ക്രാഡിൽ ഓഫ് ഡെമോക്രസി. അവിടെ അവരുടെ പുരാതന നഗരകേന്ദ്രമുണ്ട്. സോക്രട്ടീസ് ഒക്കെ സംസാരിച്ചിരുന്നത്, സോക്രട്ടീസിനെ ഇട്ട ജയില്, സോക്രട്ടീസിനെ വധിച്ച സ്ഥലം ഒക്കെ അവിടെയുണ്ട്. അഗോറ എന്നറിയും. ആ അഗോറയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ആഥൻസിനെ ഇപ്പോൾ ഇന്നത്തെ ലോകത്ത് മറ്റു രീതിയിലൊന്നും ഒരു പ്രാമുഖ്യമില്ല. പക്ഷെ അവിടെ അവർ എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ 2500 വർഷങ്ങൾക്ക് മുമ്പ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എന്ന ആശയം സംജാതമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാശ്ചാത്യ നാഗരികത വികാസം പ്രാപിച്ചത് എന്നാണ്. അതുകൊണ്ട് കേവലം നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുള്ളത് എനിക്കറിയില്ല. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. എന്തുകൊണ്ട് അംബേദ്കറുടെ ഭരണഘടനയിൽ പത്രസ്വാതന്ത്ര്യം എന്ന വാക്ക് ഉപയോഗിച്ചില്ല എന്ന് പലരും, ഹൈക്കോടതിയിലെ അഭിഭാഷകർ പോലും ആ ചോദ്യം ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഫ്രീഡം ഓഫ് ദ പ്രസ് അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. പ്രധാനപ്പെട്ടത് എന്താണ്? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ചിന്തിക്കുക. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാകവി ജോൺ മിൽട്ടൺ ബ്രിട്ടീഷ് പാർലമെന്റിന് നൽകിയ നിവേദനത്തിലും അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഗിവ് മീ ദ ലിബർട്ടി ടു തിങ്ക് എന്നാണ്. സ്വാതന്ത്ര്യം, എനിക്കിഷ്ടമുള്ളതോടെ ചിന്തിക്കുന്നതിന് ഞാൻ ആരുടെയെങ്കിലും അനുവാദം വാങ്ങണോ? ഞാൻ ചിന്തിക്കുന്നത് എന്ന് ആർക്കും അറിയാൻ കഴിയില്ലല്ലോ.
പക്ഷെ അതല്ല, ചിന്ത മാത്രമല്ല, ആ ചിന്ത സ്വതന്ത്രമായി പ്രകാശിപ്പിക്കുന്നതിന് അതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത ഒന്നാണ് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ജനാധിപത്യം ഇന്ന് വെല്ലുവിളി നേരിടുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകവ്യാപകമായി ആ വെല്ലുവിളിയുണ്ട്. എവിടെയൊക്കെ ഒറ്റപ്പെട്ട മനുഷ്യർ ആക്രമിക്കപ്പെടുന്നുവോ, എവിടെയൊക്കെ ന്യൂനപക്ഷങ്ങൾ നിഗ്രഹിക്കപ്പെടണം എന്ന ചിന്ത ഉയർന്നു വരുന്നുവോ, അവിടെയെല്ലാം ജനാധിപത്യം വലിയ അപകടത്തെ നേരിടുകയാണ്. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ ഭരണം എന്ന് മാത്രമല്ല അർത്ഥം, ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷം സംരക്ഷിക്കുന്നതാണ് ജനാധിപത്യം. അല്ലാത്ത ഇടങ്ങളിലൊന്നും ന്യൂനപക്ഷങ്ങൾക്ക് ആ സംരക്ഷ ലഭിക്കില്ല. അത് നമ്മൾ അതിനനുസരിച്ച് ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളുമുണ്ട്. നമ്മളിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ മഹത്തായ ഒരു ജനാധിപത്യത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന സംരക്ഷണം എത്രമാത്രം, അത് ഉറക്കെ ചോദിക്കേണ്ട ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡ് മാത്രമല്ല നമ്മുടെ മുന്നിലുള്ളത്. എത്രയോ സംഭവം, എത്രയോ പേരുകൾ, എത്രയോ ഉദാഹരണങ്ങൾ, സ്ഥലങ്ങൾ ഒക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അവിടെയൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ന്യൂനപക്ഷം ഭീഷണിപ്പെടുത്തപ്പെടുമ്പോൾ, വെറും ഭീഷണിയല്ല, ഉന്മൂലനം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ഉന്മൂലനത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ അവിടെ ജനാധിപത്യത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടവരായ ന്യൂനപക്ഷങ്ങൾ ഭീഷണിയിലാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെയാണ് എപ്രകാരം നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ നിലനിർത്താൻ കഴിയും എന്ന ചോദ്യം ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ ഒരു പറയുന്നതിനൊക്കെ ഒരു ചെറിയ മറയുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി വളരെ പരസ്യമായി തന്നെയാണല്ലോ പറയുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം അത് ഹിന്ദു രാഷ്ട്ര സ്ഥാപനമാണ്. ആർക്കും ഒരു മടിയിലില്ല പറയുന്നതിന്. കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലൊന്നും ഉണ്ടാകുന്നില്ല. അതങ്ങനെയാണ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹിന്ദു രാഷ്ട്രം സ്ഥാപിച്ചാൽ അതോടെ നമ്മുടെ ജനാധിപത്യം ഇല്ലാതെയാകും. ഇതൊരു മതരാഷ്ട്ര സ്ഥാപനമല്ല 1949 ഭരണഘടനയിലൂടെ നമ്മൾ സാധിച്ചത്. 1948 അതിന് തൊട്ട് മാസങ്ങളുടെ വ്യത്യാസത്തിൽ ലോകത്ത് മതത്തെ അടിസ്ഥാനമാക്കി 2 രാഷ്ട്രങ്ങൾ രൂപീകൃതമായി. ഒന്ന് പാകിസ്ഥാൻ, 2 ഇസ്രയേൽ. ആ 2 രാജ്യങ്ങളും ഇന്ന് ലോകത്തിനും അയൽക്കാർക്കും എത്ര വലിയ വിപത്തായി മാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. അവിടെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യം അതിൻ്റെ എല്ലാ മഹിമയിലും അംഗീകരിച്ചിട്ടുള്ള ഈ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, ന്യൂനപക്ഷങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മോട് എതിര് നിൽക്കുന്ന വ്യത്യസ്തതകളെ നമ്മൾ ആശ്ലേഷിക്കുക, എംബ്രേസ് ചെയ്യുക, ഉൾക്കൊള്ളുക. അങ്ങനെയുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെ എപ്രകാരം നമുക്ക് എത്തിക്കാൻ കഴിയും. ഭാഗ്യവശാൽ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷ നമുക്കുള്ളത് ഈ ഹിന്ദുത്വർ എന്നൊരു വിഭാഗമുണ്ടല്ലോ. അവരല്ലല്ലോ ഭൂരിപക്ഷം. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞത്തെ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ശേഷം ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള ഭൂരിപക്ഷമെങ്കിലും ഈ ഇന്ത്യയിലെ ഈ ജനങ്ങൾ, മെജോറിറ്റി ഹിന്ദുക്കളായിരിക്കുന്ന ഇന്ത്യയിലെ വോട്ടർമാർ നൽകുമായിരുന്നു. അത് നൽകിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾ അവർ ജനാധിപത്യ ബോധമുള്ളവരാണ്. നമ്മൾ അംബേദ്കറുടെ ഭാഷയിൽ പറയുന്ന നമ്മൾ ഭാരതീയർ, അവർക്കൊരു ജനാധിപത്യ ബോധമുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഉത്തമമായ തത്വങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ടും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ജനാധിപത്യത്തിൻ്റെ പാർലമെന്ററി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത അത്ര വലിയ ഒരു അട്ടിമറി നടത്തിയതിന് ശേഷവും അവർക്ക് മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനുള്ള കേവലം ഭൂരിപക്ഷം 272 എന്ന സംഖ്യയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളിപ്പോഴും ഒരു ജനാധിപത്യ രാജ്യം തന്നെയാണ് എന്നതിന് തെളിവ് കൂടിയാണ്.